അതെ, നിങ്ങൾ ഈ സ്ലേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? LKG പഠിക്കുമ്പോൾ കുത്തിക്കുറിക്കുന്ന കറുത്ത സാധനം അതല്ല. സ്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാർ മാനുഫാക്ചറിങ് ബ്രാൻഡ്. അതായത് ഈ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് കാറുകൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വീഡിയോ ഗെയിംസിനകത്ത് കാർ മേടിക്കുന്ന പോലെ അതിൻ്റെ ഏതൊട്ട് ഇസഡ് വരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് മേടിക്കാം. പക്ഷേ അതൊരു ബഡ്ജറ്റ് റേഞ്ചിലോട്ട് വരുമ്പോൾ അതിൻ്റെ കേസ് ഇച്ചിരി ഡിഫറൻറ്റാണ്. ഒരു 4-5 കളർ ഓപ്ഷൻസ് കാണും. അത് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു 4-5 വേരിയൻസും കാണും. അതായത് അതിൻ്റെ കസ്റ്റമൈസേഷൻ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിച്ച ഒരു ബ്രാൻഡാണ് സ്ലേറ്റ്. നിങ്ങൾ സ്ലേറ്റിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറുമ്പോൾ പ്രധാനമായിട്ട് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, വണ്ടി നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം, കാരണം വണ്ടി ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു പേഴ്സണലൈസേഷൻ പേജാണ്. ഇവിടെയാണ് പ്രധാനമായിട്ടൊരു സംഭവം നടക്കുന്നത്. അതായത് പേഴ്സണലൈസേഷൻ പേജിൽ കയറുമ്പോൾ ഇവർ പ്രധാനമായിട്ടും 4 ബോഡി വേരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഒന്നൊരു ട്രക്ക് മോഡൽ, പിന്നെ ഒന്നൊരു SUV, ഒരു സ്ലാൻഡഡ് ബാക്ക് SUV, ഒരു ഓപ്പൺ ബാക്ക് SUV. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബോഡി നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അല്ല നമ്മുടെ കയ്യില ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തുടങ്ങാം. പേഴ്സണലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കളറിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. നിലവിൽ ഒരു 10-15 കളേഴ്സ് ഓൾറെഡി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കളേഴ്സ് വരാനും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ റൂഫ് റെയിൽ കസ്റ്റമൈസ് ചെയ്യാം, റൂഫ് കസ്റ്റമൈസ് ചെയ്യാം, ഫ്രണ്ട്, ബാക്ക്, ലൈറ്റ്, വീൽ കപ്പ്, ഇതിൻ്റെയൊക്കെ ഒരു കളറ്, സ്റ്റിക്കേഴ്സ്, സീറ്റിൻ്റെ കളറ്, മെറ്റീരിയൽസ്, ഉള്ളിലുള്ള ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ, സ്റ്റിയറിംഗ് വീൽ അടക്കം എല്ലാ സാധനങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. അതായത് നമ്മളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കാർ മേടിക്കുമ്പോൾ അവർ ഡിഫോൾട്ട് ആയിട്ട് അതിൻ്റെ അകത്തൊരു ചീപ്പ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് മിക്ക ആളുകളും കാർ മേടിച്ച് കഴിയുമ്പോൾ ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എടുത്ത് കളഞ്ഞിട്ട് വെളിയിൽ നിന്ന് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം മേടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യും. സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യം സെയിം തന്നെയാണ്. പക്ഷേ സ്ലേറ്റിൻ്റെ പോളിസി എന്നാന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്തായാലും വെളിയിൽ പോയിട്ട് നല്ലൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം മേടിച്ചു വെക്കും. പിന്നെ നമ്മളായിട്ട് തന്നെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അതിൻ്റെ പിടിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇവർ നിങ്ങൾ വണ്ടി കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻസ് തരും. ഒന്നെങ്കിൽ നമുക്കൊരു ഫോൺ ഹോൾഡർ ഇല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ഹോൾഡർ അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വണ്ടി മേടിച്ചിട്ട് വെളിയിൽ നല്ലൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റമോ അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ടാബ്ലറ്റ് പോലത്തെ ഒരു ഡിവൈസോ മേടിച്ച് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെയാണ് സ്പീക്കർ സിസ്റ്റത്തിൻ്റെ കാര്യം. അവർ നമുക്ക് സ്പീക്കർ സിസ്റ്റം വെക്കാനുള്ള സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് നല്ലൊരു സ്പീക്കർ സിസ്റ്റം മേടിച്ചിട്ട് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഹാങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇവർ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്ത് തരും. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു സാധനം എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലാഭമല്ലേ? പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രെയിം വർക്കിനെ കുറിച്ച് പറഞ്ഞാലേ ഈ സാധനം ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇങ്ങനത്തെ നല്ല സാധനം ഇന്ത്യ വരത്തില്ല, എന്നാന്ന് അറിയത്തില്ല. അതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വണ്ടി ബുക്ക് ചെയ്യാണ്ട് തന്നെ പേഴ്സണലൈസ് ചെയ്ത് നോക്കാം കേട്ടോ. അവരുടെ വെബ്സൈറ്റ് കയറാതെ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ക്യാപ്ഷനിലോ എവിടെയെങ്കിലും ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ബൈ ദ വേ, ഞാൻ ലൈവ് ഇട്ടിട്ട് കുറേ നാളായി. എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ഗെയിമിംഗ് ചാനലിനകത്ത് ലൈവ് ഇട്ടിട്ട് നമുക്ക് ഈ സ്ലേറ്റ് ഇരുന്ന് കസ്റ്റമൈസ് ചെയ്ത് നോക്കാം. നിങ്ങളെപ്പോഴും ഒരു ബില്യണയർ ആവുകയാണെങ്കിൽ ഇതുപോലത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ടാക്കുക. ചുമ്മാ ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പറഞ്ഞോളൂ. അപ്പോൾ ശരി, എന്നാൽ ബൈ.